അപ്പോൾ നമ്മളിന്ന് കുറച്ച് ദിവസം മുന്നേ കുത്തിയിട്ട കുയ്യാണ്. അപ്പം അതിൽ 4 എണ്ണൊക്കെ ഇട്ടിരുന്നു. ഇപ്പം ഇന്ന് 5, 6, 7 എണ്ണത്തിനെ കൊടുത്തിടേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇതാണ് നമ്മൾ വെള്ളം അത്യാവശ്യം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പോത്തുകൾ കിടന്നിട്ട് ഉരുണ്ട് കളിക്കണം ഇതുണ്ട്. പിന്നെ മാത്രമല്ല 10 മണിയാവുമ്പോൾ പോത്തുകൾ പാടത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിരിക്കലെ തണലത്തേക്ക് കയറ്റിയിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ കുണ്ടും കുയ്യകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടുക. പിന്നെ ചത്ത് പോണുണ്ട് പോത്തുകൾ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഈ നല്ല ചൂട് കാരണം പോത്തുകൾ പിന്നെ ചത്ത് പോണുണ്ട്, മൃഗങ്ങളൊക്കെ ചത്ത് പോണുണ്ട്. അപ്പോൾ അതിന് ഏക ഫോൺ വഴി എന്താണെന്ന് വെച്ചാൽ, പിന്നെ പോത്തിനെ റിട്ടേൺ പാടത്തേക്ക് ഇറക്കണ ടൈം എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ശേഷം ഇറക്കുക. പാടത്തേക്ക് മേയാനാക്കുക. 10 മണിയാകുമ്പോൾ നമ്മൾ രാവിലെ ഒരു 6:30, 7 മണിക്ക് നമ്മൾ പാടത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ 10 മണിക്ക് റിട്ടേൺ പാടത്തുനിന്ന് കരയിലേക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ കുളങ്ങളിലേക്കോ ഇറക്കി കെട്ടുക. അല്ലെങ്കിൽ പോത്തുകൾക്ക് ക്ഷീണം സംഭവിക്കും. അതോടനുസരിച്ച് തന്നെ പിന്നെ ചത്തുപോണ ഒരു സംഭവമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ആനക്കരയിലോ പിന്നെ ചേകനൂർ ആ ഭാഗത്ത് അങ്ങനെ 2 എണ്ണം ഇന്ന് ചത്ത് എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. കാരണം നമ്മൾ കേട്ടറിഞ്ഞ അറിവാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം വള്ളങ്ങളും കാര്യങ്ങളും അൽഹംദുലില്ലാ നമുക്കിവിടെ JCB ഒരു ഇറ്റാച്ചി കൊണ്ടിട്ട് നമ്മൾ കുത്തിയ കാരണം ഇവിടെ കുറച്ച് പോത്തുകളെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റി. അപ്പോൾ ചെറിയ ഒരു മായം കൂടി ചാറുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കെട്ടിത്തിക്കുകയാണ്. കാരണം കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഇതിൽ നമ്മളെ ചെമ്പമ്പോത്തുണ്ട്. 1, 2, 3, 4, 5, 6 ആളെ നമ്മൾ ഇതിൽ കൊടുന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. എല്ലാവരും ഓരോ കയറുമ്മ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെ കെട്ടിയിടുമ്പോൾ കുടുങ്ങാനും പാടില്ല. ഇവിടെ കയറി നമ്മൾ ആ മഞ്ഞപ്പോട്ടമ്മ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും ആയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ നല്ല വെള്ളം അടിച്ചു കൊടുക്കുക. മോട്ടറും സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് കയറ്റിയിട്ട് നന്നായി വെള്ളം അടിച്ചു കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. കാരണം ഭയങ്കര ചൂടാണ്. മഴ എന്ന് പറഞ്ഞ സംഗതി 2 ആഴ്ച കൂടിയും ഇങ്ങനെ നിൽക്കുന്നൊക്കെയാണ് പറയണത്. അതൊക്കെ അവർ പറഞ്ഞോട്ടെ. ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പടച്ചോൻ്റെ കയ്യിൽ കെടുക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇടയ്ക്ക് മഴ ഉണ്ടാവും. മൃഗങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇത്ര ഒരു വെള്ളമുള്ളത് കാരണം അൽഹംദുലില്ലാ പടച്ചോനോട് സ്തുതി പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് നമ്മൾ വിചാരിക്കുന്നു. മൃഗങ്ങളെ വളർത്തിയിട്ട് നമ്മൾ 10 റുപ്യ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെന്നുള്ളൂ. നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക. ലെറ്റ്സ് ഗോ ദ വീഡിയോ.